നമസ്കാരം. മുപ്പതര യുവജന സമാജം വായനശാലയുടെ 71ാം വാർഷികാഘോഷങ്ങൾ സമാപന സാംസ്കാരിക സമ്മേളനവും കലാസാഹിത്യ മത്സരവും കടുങ്ങല്ലൂർ പഞ്ചായത്ത് മഹാത്മാഗാന്ധി ഹാളിൽ ഇന്നും നാളെയുമായി നടക്കുന്നു. സാംസ്കാരിക പൊതുസമ്മേളനം മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. ഇന്ന് രാവിലെ 10:30 കലാസാഹിത്യ പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീ കൂടൽ ശോഭൻ നിർവഹിച്ചു. ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പി എ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ശ്രീ വിശ്വംഭരൻ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് എസ് മധു, ജനറൽ സെക്രട്ടറി ശ്രീ ഷാജു, ഭാരവാഹികളായ ശ്രീ സുകുമാരൻ, ശ്രീ H.C. രവീന്ദ്രൻ, ശ്രീ ഗണേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാസാഹിത്യ നാടക മത്സരങ്ങൾ അരങ്ങേറി. പരിപാടിയുടെ ഭാഗമായി ചരിത്ര ഗവേഷണങ്ങളും പുരാവസ്തു പ്രദർശനവും നടക്കുന്നുണ്ട്. സാമൂഹിക സാംസ്കാരിക പ്രവർത്തകരായ ശ്രീ K.P. മുകുന്ദൻ, ശ്രീ ഹരീന്ദ്രൻ നായർ, ശ്രീ രവീന്ദ്രനാഥ്, ശ്രീ M.A. ഫിറോസ് ഖാൻ, സോമൻ IV, ഉണ്ണികൃഷ്ണൻ, ലൈബ്രറിയൻ ശ്രീ ഷൈൻ VK തുടങ്ങിയവർ വിവിധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ ഗതീയമായ പ്രയാണത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ചെറിയ രേഖ അത് രൂപപ്പെടുത്തുവാൻ കോറിയിടുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ആത്മസത്യത്തിൽ നടത്തിയ ഒരു കാര്യമാണ്. ഇത് ഈ നാടിൻ്റെ നെഞ്ചിടിപ്പാണ്. ഈ നാടിൻ്റെ സാംസ്കാരികമായ വീടുവയ്പ്പുകളിൽ ശ്രേഷ്ഠമാണ്. അങ്ങനെയുള്ള നമ്മുടെ വായനശാലയുടെ 71ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന കലാമത്സരങ്ങൾ വളരെ ഹർഷ ഉന്മാദത്തോടു കൂടി, സന്തോഷത്തോടു കൂടി, അഭിമാനത്തോടു കൂടി നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. നമസ്കാരം. 1ാമത് വാർഷികമാണ് ഇവിടെ ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വർഷം ജനുവരി 11-ാം തീയതി ആരംഭിക്കുകയും നാളെയോടെ അവസാനിക്കുകയും ചെയ്യുന്ന 5 മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് സ്വാഗത സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പരിപാടി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീധരൻ അവർ മുൻകൈയെടുത്ത് രൂപീകരിച്ച നമ്മുടെ 32 വായനശാല ഇന്ന് 71ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തിയിട്ടുള്ള വിവിധ ഇനം പരിപാടികളിലൂടെ 30 ഓരോ വീട്ടിലും വായനശാലയുടെ സന്ദേശം എത്തിക്കാനായിട്ട് ഇതിൻ്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. Why?
മണിക്ക് ശേഷമാണ് നടത്താറുള്ളത്. പൊതുവെ ഇന്ന് വർക്കിംഗ് ഡേ. കൂടുതൽ ജനകീയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ജെ ടൈംസിനൊപ്പം ജലാൽ മുപ്പത്തറം.